Dear students, next topic cost concepts. A clear understanding of various cost concepts is essential for the study of cost accounting and cost systems. First of all, opportunity cost. Opportunity cost is the benefit foregone as a result of rejection of alternative use of resource, which may be in the form of material, labor, facility, or time spent. In other words, it is the benefit from the next best alternative use of resource. The benefit from next best alternative use of resource. CA may define opportunity cost as the value of a benefit sacrifice in favor of an alternative course of action. Value of benefit sacrifice in favor of an alternative course of action. ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഉപയോഗം അവിടെ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ റിസോഴ്സിന് അപ്പോൾ അതെന്തായിരുന്നാലും മെറ്റീരിയൽ ആയാലും ലേബർ ആയാലും ടൈം ആയാലും അതിനൊരു ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തെടുക്കേണ്ട ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് യൂസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റിനെ ത്യജിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള ഉപയോഗത്തിൽ, ഇപ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഉള്ള ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. അത് നമുക്ക് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. ആ ബാങ്കിലെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്. നമുക്ക് ആ ഒരു ബിൽഡിങ് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ബിസിനസ്സിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കത് റെൻറ്റിന് കൊടുക്കാം. അപ്പോൾ റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും റെൻറ്റ് കിട്ടും. ആ റെൻറ്റ് ഒഴിവാക്കിയിട്ടാണ്, അത് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഓൺ ബിസിനസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓൺ ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിച്ചത് കാരണം നമുക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ നഷ്ടപ്പെടുന്ന ആ ഒരു റെൻറ്റിനെയാണ് നമ്മൾ ഇതുവരെ പറയുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ബെനിഫിറ്റ് ഫ്രം ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സ്. For example, if an owned building is proposed to be used for a project, the likely rent of the building is opportunity cost, which should be taken into consideration while evaluating the profitability of project. അപ്പോൾ നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസിഷൻ നമ്മുടെ റിസോഴ്സിൻ്റെ ഓൾട്ടർനേറ്റീവ് യൂസിൽ നിന്നുള്ള ബെനിഫിറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then another one, sunk cost. Sunk costs are irrecoverable cost and is caused by a complete abandonment of a plant. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലാന്റ് ഒഴിവാക്കുന്നത് മൂലം, റീപ്ലേസ് ചെയ്യുന്നത് മൂലം നമുക്കുണ്ടാകാവുന്ന ഒരു കോസ്റ്റിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. ഇറ്റ് ഈസ് ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് എ അബാൻഡൻഡ് പ്ലാൻ ലെസ് ഇറ്റ്സ് സാൽവേജ് വാല്യൂ. സച്ച് കോസ്റ്റ് ആർ നോട്ട് അലൗഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. Imputed costs are those costs which appear only in cost accounts. Imputed cost എന്ന് പറയുന്നത് are those costs which appear only in cost accounts. Rent on building, interest on capital. Such costs are also known as notional cost. Carrying cost. Carrying costs are basically the cost incurred on maintenance of inventory. അപ്പം ഇൻവെൻട്രിയുടെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് മണി ലോക്ക്ഡ് അപ്പ് ഇൻ ഇൻവെൻട്രി. കോസ്റ്റ് ഓഫ് മണി ലോക്ക്ഡ് അപ്പ് ഇൻ ഇൻവെൻട്രി അല്ല, ഇൻവെൻട്രിക്ക് നമുക്ക് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ആ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഫണ്ടിന് നമുക്ക് വരുന്ന എക്സ്പെൻസ്, ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമുക്കതിന് വരുന്ന എക്സ്പെൻസാണ്. സ്റ്റോറേജ് സ്പേസ് റെൻറ്റ്, നമ്മൾ ആ ഇൻവെൻട്രി നമ്മൾ എവിടെയാണോ വെയർ ഹൗസ് അതിന് കൊടുക്കേണ്ടി വരുന്ന റെൻറ്റ്, അവിടെ സൂപ്പർവൈസർക്ക് കൊടുക്കേണ്ടി വരുന്ന സാലറി, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ക്യാരിയിങ് കോസ്റ്റായിട്ട് വരുന്നത്. സച്ച് കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് ഹോൾഡിംഗ് കോസ്റ്റ്. Conversion cost. Conversion cost is the sum of direct labor cost, direct expenses and overhead cost of
കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഫ്രം വൺ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ടു അനദർ. റോ മെറ്റീരിയൽ ഒരു സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ കോസ്റ്റ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലാത്ത ബാക്കി എല്ലാ കോസ്റ്റും ബാക്കി ആ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ ഏത് ഹെഡിലാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന ഹെഡിലായിരിക്കും എടുക്കുന്നത്. Out of pocket cost. This is the portion of cost which involve the payment to outsiders or which give rise to cash expenditure. Such costs are relevant for price fixation. It is known as explicit cost അല്ലെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ആ പേര് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഡ്രോയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് പോകുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. Differential cost. The change in cost due to change in level of activity or method of production is known as differential cost. Change in cost due to change in level of activity or method of production. Method of production change ചെയ്യുന്ന കാരണമായിട്ട് അല്ലെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്ന കാരണമായിട്ട് കോസ്റ്റ് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. ഇഫ് ദ ചേഞ്ച് ഇൻക്രീസ് ഇൻ കോസ്റ്റ്, ഇപ്പോൾ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കോൾഡ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇഫ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ കോസ്റ്റ് ഇറ്റ് വിൽ ബി കോൾഡ് ഡിക്രിമെൻ്റൽ കോസ്റ്റ്. Marginal cost. It has been defined as the amount at any given volume of output by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. അപ്പോൾ ഒരു certain level of activityക്ക് ശേഷം ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മാർജിനൽ കോസ്റ്റിൻ്റെ അകത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ 1,00,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 1,00,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു 5,00,000 രൂപ ഫിക്സഡ് എക്സ്പെൻസും 5,00,000 രൂപ വേരിയബിൾ എക്സ്പെൻസും വരുന്നു. 1,00,000 യൂണിറ്റിന് 5,00,000 രൂപ ഫിക്സഡ് എക്സ്പെൻസും 5,00,000 രൂപ വേരിയബിൾ എക്സ്പെൻസും വരുന്നു. അപ്പോൾ ഒരു യൂണിറ്റിന് നമുക്ക് എത്ര രൂപ വെച്ചാകുന്നു? കോസ്റ്റ് 10 രൂപ വെച്ച് അല്ലേ. 10,00,000 ഡിവൈഡ് ബൈ 1,00,000 ഒരു യൂണിറ്റിന് നമുക്ക് 10 രൂപ വെച്ചാകുന്നു. ഓക്കെ, ദെൻ ഇനി 1,00,001 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം കപ്പാസിറ്റി സെയിം ഫിക്സഡ് കോസ്റ്റ് എന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അഡീഷണൽ ആയിട്ടുണ്ടാകുന്ന ആ ഒരു കോസ്റ്റിന് എത്രയേ വരുന്നുള്ളൂ? 5 രൂപ വേരിയബിൾ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. 1,00,001 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 രൂപ വേരിയബിൾ കോസ്റ്റ് മാത്രമേ അതിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ടോട്ടൽ ഓഫ് ഓൾ വേരിയബിൾ കോസ്റ്റ് ഇസ് കൺസിഡർ ആസ് ദ മാർജിനൽ കോസ്റ്റ്. ഒരു സർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. Replacement cost. It is the cost which there could be purchase of an asset identical to that which is being replaced. ഓക്കെ, അപ്പോൾ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ദെൻ അപ്പോൾ അസറ്റ് റീപ്ലേസുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് മീൻസ് ദാറ്റ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേറ്റഡ് ഡയറക്ട്ലി ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ക്ലൈൻ ബ്രിക്സ് സച്ച് കോസ്റ്റ് ആർ നോൺ ആസ് ട്രേസബിൾ കോസ്റ്റ്. ഡയറക്റ്റായിട്ട് നമുക്ക് കോസ്റ്റിനെ ആ പ്രോഡക്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം ക്ലൈൻ ബ്രിക്സ് അല്ലേ. ബ്രിക്സിന് ക്ലേ ഉപയോഗിക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. Indirect costs are those costs which cannot be identified with the cost center or cost unit and are to be apportioned on some suitable basis. ഇൻഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊരു സ്യൂട്ടബിൾ ബേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോസ്റ്റ് സെൻറ്ററിലേക്ക് കോസ്റ്റ് യൂണിറ്റിലേക്ക് അപ്പോർഷൻമെൻറ്റ് നടത്തുന്നു. സച്ച് കോസ്റ്റ് ആർ നോൺ ആസ് ഓവർ ഹെഡ് കോസ്റ്റ്. ഇപ്പോൾ റെൻറ്റ്, ഇൻഷുറൻസ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന റെൻറ്റ്, അതിൻ്റെ ഇൻഷുറൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Product cost are those costs which are traceable to a product and are included in inventory valuation. പ്രോഡക്റ്റുമായിട്ട് ട്രേസ് ചെയ്യാവുന്ന കോസ്റ്റിനെ നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻവെൻട്രി വാലുവേഷൻ. ഇൻവെൻട്രിയുടെ ഭാഗമായിട്ട് ഈ കോസ്റ്റ് വരുന്നു. കമ്മിസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്. Normal cost.
It is the cost which is normally incurred at a given level of output in a condition in which that level of output is normally attained. Abnormal cost. It is the cost which is not normally incurred at a given level of output. At a given level of output നോർമലായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത കോസ്റ്റിനാണ് നമ്മൾ അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. In a condition that the level of output is normally attained. It is not a part of cost of production. Cost of production ഭാഗമായിട്ട് abnormal cost നമ്മൾ കാണിക്കാറില്ല. It is usually transferred to costing profit and loss. Historical cost. The cost which is ascertained after its occurrence is called historical cost. Historical cost അതിൻ്റെ occurrenceന് ശേഷമാണ് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Such costs are available only when the production of a particular thing have already been done. Such costs are not at all helpful for cost control purpose. Predetermined costs. Predetermined costs are the estimated costs. Such costs are computed in advance of production. Take into consideration the cost of previous period and factors affecting such cost. അപ്പോൾ നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നടത്തുന്ന എസ്റ്റിമേഷനെയാണ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. ഓർഡറിങ് കോസ്റ്റ്. നമ്മൾ ഓൾറെഡി ക്യാരിങ് കോസ്റ്റ് പറഞ്ഞു. ഓർഡറിങ് കോസ്റ്റും ഇൻവെൻട്രി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓർഡറിങ് കോസ്റ്റ് ആർ ഇൻകേർഡ് on each time an order for purchase of material is placed and are expressed as a rupee cost per order. ഓരോ ഓർഡറിനും ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓരോ ഇൻവെൻട്രി ഓർഡറിനും അല്ലേ, ഇപ്പോൾ ഓരോ ലോഡ് ഇൻവെൻട്രി കൊണ്ടുവരുന്നതിന് നമുക്കുണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓർഡറിങ് കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. Expired cost. It is the cost which is related to current period as an expenses or losses. It is the cost which is related to current period as an expenses or losses. Expired cost. A portion of advertising expenditure related to a current period is an example of expired cost. Budgeted cost. A budgeted cost is an estimate of expenditure for a different phase of business operation for a period of time in future. Avoidable cost. These are the costs which can be avoidable if a particular product or department with which they are related is discontinued. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനാണ് നമ്മൾ അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, സാലറി ഓഫ് എ ക്ലർക്ക് എംപ്ലോയിഡ് ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ബി അവോയ്ഡ് ഇഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂ. അല്ല, ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കിന് കൊടുക്കേണ്ടി വരുന്ന സാലറി നമുക്ക് ഒഴിവാക്കാവുന്ന കോസ്റ്റാണ്. Step cost. Cost that remain constant for a given level of output and then increase by fixed amount at a higher level of output is called step cost. Step cost എന്ന് ഒരു certain level of activity കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അതിനുശേഷം വീണ്ടും ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാലറി കൊടുക്കുന്നു. 10 പേരെ വരെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മാനേജറെ വെക്കുന്നു. അപ്പോൾ 11 പേരുണ്ടെങ്കിൽ 10ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ 2 സൂപ്പർവൈസറെ വെക്കും. ദെൻ 20ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മൾ 3 സൂപ്പർവൈസറെ വെക്കും. 30ൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ 4 സൂപ്പർവൈസറെ വെക്കും. അപ്പോൾ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റി 10 നമ്പർ ഓഫ് എംപ്ലോയീസ് എന്താണ് നമ്മളൊരു ആക്ടിവിറ്റി ലെവൽ ഓഫ് ആക്ടിവിറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് മേളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ അഡീഷണലായിട്ട് വെക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് കോസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. Explicit cost. Explicit costs are those costs involving immediate payment of cash. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആവശ്യമായിട്ടുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഉദാഹരണം, സാലറി, വേജസ്, റെൻറ്റ്. Implicit costs are those costs which does not or do not involve immediate payment of cash. They are not recorded in books of account. Interest on capital, rent on building, etc. Notional കോസ്റ്റിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റായിട്ട് കണക്കാക്കുന്നത്. Target cost. A product cost estimate derived from a competitive market price is called a target price. A product cost estimate derived from a competitive market. കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൻ്റെ ബേസിലാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നെങ്കിൽ ആണ് പ്രൈസ് ഈസ് ടാർജറ്റ് പ്രൈസ്. ഇറ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ബൈ ഡിഡക്റ്റിംഗ് റീസണബിൾ പ്രോഫിറ്റ് ഫ്രം എ നെറ്റ് മാർക്കറ്റ് പ്രൈസ്
നെറ്റ് മാർക്കറ്റ് പ്രൈസ് മീൻസ് ദ പ്രൈസ് ലെസ് സെയിൽസ് ടാക്സ്, വാല്യൂ ആഡ് ടാക്സ് എക്സെട്ര. അപ്പോൾ നെറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് റീസണബിൾ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും ടാർഗറ്റ് കോസ്റ്റ്. ഓക്കെ, താങ്ക് യു.